Hello my amigos, welcome back to another fresh video. ഇന്ന് നമ്മൾ ബികോം ഫോർത്ത് സെമ്മിലെ റിവൈസ്റ്റിംഗ് ദ ക്ലാസിക്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഷേക്സ്പിയറിൻ്റെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് നോവലായ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ 2-in-1 കോംബോ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ നോവലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആൻഡ് ഒബ്വിയസ്ലി ഇത് തന്നെയാണ് ഈ നോവലിൻ്റെ സമ്മറി. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ മീറ്റിംഗ് ബിറ്റ്വീൻ റോമിയോ ആൻഡ് ജൂലിയറ്റ്. റോമിയോയും ജൂലിയറ്റും കണ്ടുമുട്ടിയതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ നമുക്ക് എൻ്റെ ആൻസറും നോവലിൻ്റെ സമ്മറിയും ഒരുമിച്ച് തന്നെ നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Act 2, Scene 2 of Romeo and Juliet has come to be known as the balcony scene, since it represents the meeting between Romeo and Juliet and their first confession of love to each other. There is a love at first sight. When they met at the masked dance in Juliet's house, the house of the Capulets, Romeo wore a mask and met her in disguise. He belonged to the Montague family, the deadly enemies of the Capulets. But the young people were drawn to each other, they danced and talked and fell in love. ഈ ഒരു നോവൽ റോമിയോ ആൻഡ് ജൂലിയറ്റിലെ ആക്ട് 2 സീൻ 2 എന്നറിയപ്പെടുന്നത് ബാൽക്കണി സീൻ എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു സീനിലാണ് റോമിയോയും ജൂലിയറ്റും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് അവർ ആദ്യമായിട്ട് പരസ്പരം സംസാരിക്കുന്നത്. അവിടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തന്നെയാണ് നടന്നത്. കാപ്പുലറ്റ് ഫാമിലിയിൽ നിന്നാണ് ജൂലിയറ്റ് വരുന്നത്. മൊണ്ടേഗ് ഫാമിലിയിൽ നിന്നാണ് റോമിയോ വരുന്നത്. നേരത്തെ തൊട്ടേ കാപ്പുലറ്റ് മൊണ്ടേഗ് ഫാമിലീസ് തമ്മിൽ നല്ല എനിമീസ് ആയിരുന്നു. ജൂലിയറ്റിനെ വീട്ടിൽ വെച്ച് നടന്ന മാസ് ഡാൻസിലാണ് ആദ്യമായിട്ട് റോമിയോ ജൂലിയറ്റിനെ കാണുന്നത്. അന്ന് റോമിയോയും ജൂലിയറ്റും തമ്മിലായിരുന്നു ഡാൻസ് ചെയ്തിരുന്നത്. പരസ്പരം അവർ സംസാരിക്കുകയും ഇഷ്ടത്തിലുമായി അവർ. The love-sick Romeo evades the company of his friends and stealthily enters the orchard of the Capulets in the middle of the night. The window of the balcony of Juliet is open, and Juliet stands near it. She is talking to herself about Romeo, which turns out a confession of her love to him. It is moonlight and Romeo comes below the window and talks about Juliet's beauty to himself. മാസ് ഡാൻസ് കഴിഞ്ഞപ്പം റോമിയോയ്ക്ക് ജൂലിയറ്റിനോടുള്ള സ്നേഹം പറയാനായിട്ട് ആരും കാണാതെ ആ രാത്രിയിൽ കാപ്പുലറ്റിനെ വീട്ടിലേക്ക് ഒളിച്ചു കയറി. ജൂലിയറ്റിനെ റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ ബാൽക്കണി വിൻഡോ തുറന്നതായിട്ട് കണ്ടു. അതിനടുത്ത് തന്നെ ജൂലിയറ്റിനെയും റോമിയോ കണ്ടു. ജൂലിയറ്റ് അവിടെ അവളോട് തന്നെ റോമിയോനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് സത്യം പറഞ്ഞ റോമിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അത് നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. റോമിയോ ആകട്ടെ ജൂലിയറ്റിനെ വിൻഡോൻ്റെ താഴെ വന്ന് ജൂലിയറ്റിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് തന്നോട് തന്നെ സംസാരിക്കുകയാണ് റോമിയോ. ബോത്ത് റോമിയോ ആൻഡ് ജൂലിയറ്റ് ആർ ഇൻ ദ റൈറ്റ് മൂഡ് ഓഫ് റൊമാൻറ്റിക് ലവ്. റോമിയോസ് ഇമാജിനേഷൻ റൺസ് റയറ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ജൂലിയറ്റ് ഓൺ ദ ബാൽക്കണി. She is a bright sun whose rays put the envious moon to death. Juliet is the maid of the moon, as she is also the goddess of chastity, Diana. The moon is put to shame when she finds that her maid is more beautiful than her. 2 stars in the sky have exchanged their place with Juliet's eyes. Those stars are made dim by the brightness of her cheek. Her eyes occupying the place of the stars have made the sky more bright that birds begin to sing supposing it is day. ഇപ്പോൾ റോമിയോയും ജൂലിയറ്റും നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡിലാണ്. ബാൽക്കണിയിൽ വെച്ച് ജൂലിയറ്റിനെ കണ്ടപ്പോൾ റോമിയോൻ്റെ മനസ്സിൽ പല ഇമാജിനേഷൻസും വരികയാണ്. ജൂലിയറ്റിനെ കാണാൻ ഒരു ബ്രൈറ്റ് സണ്ണിനെ പോലെയാണ് തോന്നിയത്. ജൂലിയറ്റിൻ്റെ സൗന്ദര്യത്തിന് മുമ്പിൽ ചന്ദ്രന് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. മൂണിനെ ഗോഡസ് ഡയനയായിട്ടാണ് ഇവിടെ പറയുന്നത്. ആ മൂണിൻ്റെ മെയ്ഡായിട്ട് ജൂലിയറ്റിനെ ഇവിടെ റോമിയോ പിന്നീട് ഇമാജിൻ ചെയ്യുന്നത്. അങ്ങനെ ജൂലിയറ്റ് മൂണിൻ്റെ മെയ്ഡ് ആവുകയാണെങ്കിൽ മൂണിന് തന്നെ അത് ഷെയിമായിരിക്കും. ബിക്കോസ് മൂണിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് മെയ്ഡായ ജൂലിയറ്റ്. പിന്നീട് റോമിയോ പറയുന്നത് ആകാശത്തെ 2 സ്റ്റാർസ് ജൂലിയറ്റിൻ്റെ കണ്ണുകളെ റീപ്ലേസ് ചെയ്യുകയാണ്. കാരണം അത്ര തിളക്കമായിരുന്നു ജൂലിയറ്റിൻ്റെ കണ്ണുകൾക്ക്. ജൂലിയറ്റ്സ് വേർഡ്സ് നൗ റിംഗ് ഇൻ റോമിയോസ് ഇയേഴ്സ്. She is most worried about Romeo belonging to the rival family of Montagues. It would have been far better if he had cut himself off from his family, or if he had asked her to liberate herself from the Capulet. But what is there in a name? Even if Romeo had another name, his perfections would have been the same.
just as a rose will continue to give the same smell though it will be called by another name. She wishes that Romeo had thrown away his name. ജൂലിയറ്റ് ഇപ്പോൾ സംസാരിക്കുന്നത് റോമിയോയ്ക്ക് കേൾക്കായിരുന്നു. ജൂലിയറ്റ് ഒത്തിരിയധികം വറീഡായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, റോമിയോ മൊണ്ടേക്കിൻ്റെ ഫാമിലിയിലുള്ള ആളായതുകൊണ്ട്. എന്നിട്ട് ജൂലിയറ്റ് പറയുകയാണ്, റോമിയോ അവൻ്റെ ഫാമിലീനെ ഉപേക്ഷിച്ച് വന്നിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ റോമിയോ ജൂലിയറ്റിനോട് ക്യാപ്ലെറ്റ് ഫാമിലീനെ ഉപേക്ഷിച്ച് വരാൻ പറഞ്ഞിരുന്നുവെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതേ ജൂലിയറ്റ് പറയുന്നുണ്ട്, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. ഇപ്പോൾ റോമിയോയ്ക്ക് മറ്റൊരു പേരാണെങ്കിൽ പോലും റോമിയോയ്ക്കുള്ള പെർഫെക്ഷൻസ് അതേപടി നിലനിൽക്കും. ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് ഒരു റോസ്, ആ റോസിൻ്റെ സെയിം സ്മെല്ല് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ പേര് മാറ്റിയാൽ പോലും. അതുകൊണ്ട് തന്നെ ജൂലിയറ്റ് ആഗ്രഹിക്കുകയാണ് റോമിയോൻ്റെ പേരൊന്ന് മാറ്റിയിരുന്നെങ്കിൽ. റോമിയോ സ്പീക്സ് ലൗഡ്ലി ദാറ്റ് ഹി വിൽ ചേഞ്ച് ഹിസ് നെയിം. ഷീ ഈസ് ടേക്കൺ അബാക്ക് ആൻഡ് ആസ്ക്സ് ഹിം ഹൂ ഹി ഈസ്. He cannot name his name since she cannot like it. His name is an enemy to her. If he wrote his name, she could tear it away. When she asks how he entered the compound, he replies that he jumped over the wall aided by love's light wings. She warns him that her people would murder him if he was seen. He thinks that her fearful eyes kill him more than their words. If she looks sweetly at him, he is strong enough to overcome their attack. He will rather be killed by their words than waiting too long for her love. Before giving an answer, she could ask him who helped him to come to her. It is love that led him to come and eyes to find out the place. She is such a treasure that even if he is not a pilot, he would sail the seas to procure her from other end of the earth. ജൂലിയറ്റ് റോമിയോയുടെ പേരൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആ സമയത്ത് റോമിയോ അതിന് റിപ്ലൈ കൊടുക്കുകയാണ്, തൻ്റെ പേര് മാറ്റാമെന്ന്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ജൂലിയറ്റ് പേടിച്ചുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളെന്ന്. റോമിയോയ്ക്ക് പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ കഴിഞ്ഞില്ല. കാരണം ആ പേര് ജൂലിയറ്റിന് ഇഷ്ടപ്പെടാൻ കഴിയില്ല. മറിച്ച് ഇപ്പോൾ റോമിയോ ആ പേരൊന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ ജൂലിയറ്റിന് അത് കീറിക്കളയാമായിരുന്നു. അങ്ങനെ റോമിയോ വിചാരിച്ചുകൊണ്ടിരുന്നപ്പം ജൂലിയറ്റ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവരുടെ കോമ്പൗണ്ടിലേക്ക് കയറിയതെന്ന്. അപ്പോൾ റോമിയോ പറയുകയാണ്, അദ്ദേഹം അവരുടെ കോമ്പൗണ്ട് ചാടിയത് അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ചിറകുകൾ കൊണ്ടാണ്. അപ്പോൾ ജൂലിയറ്റ് റോമിയോനെ വാൺ ചെയ്യുകയാണ്, അവരുടെ ആളുകൾ ആരെങ്കിലും റോമിയോനെ കാണുകയാണെങ്കിൽ അവർ റോമിയോനെ കൊന്നുകളയും, അതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാനായിട്ട്. പക്ഷേ അന്നേരം റോമിയോ വിചാരിക്കുന്നത് മറ്റൊന്നാണ്. ജൂലിയറ്റിൻ്റെ കണ്ണുകളിലെ ഭയമാണ് റോമിയോനെ കൊല്ലുന്നത്. ജൂലിയറ്റ് റോമിയോനെ ഒന്ന് സ്നേഹത്തോടെ നോക്കുകയാണെങ്കിൽ അവർക്കെതിരെ ആര് വന്നാലും അവരെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് റോമിയോയ്ക്ക് പറ്റുന്നതാണ്. പക്ഷേ റോമിയോ അവിടെ ഒരു ആൻസർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ജൂലിയറ്റിൻ്റെ അടുത്ത ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ് അദ്ദേഹത്തെ ജൂലിയറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ സഹായിച്ചതെന്നും കൂടി ചോദിച്ചിരുന്നുവെങ്കിൽ റോമിയോയ്ക്ക് പറയാമായിരുന്നു അത് ജൂലിയറ്റിനോടുള്ള പ്രണയമാണ് അദ്ദേഹത്തെ ജൂലിയറ്റിൻ്റെ അടുത്ത് എത്തിച്ചതെന്ന്. അതുപോലത്തെ ഒരു ട്രഷറാണ് ജൂലിയറ്റ് എന്നുമാണ് റോമിയോട് വിചാരിക്കുന്നത്. ജൂലിയറ്റ് ഈസ് ashamed that he had overheard her confession of true love. She could have denied it otherwise. Now she stands the subject of light-hearted love by too quick a confession. She should have pretended unyielding. Now, as matters stands, he must take her words at their proper value and save her from the shame of light love. He must also explicitly declare his love to her. ജൂലിയറ്റിന് ഇപ്പം ചെറിയ ചമ്മലും നാണക്കേടും ഒക്കെ തോന്നുന്നുണ്ട്. എങ്ങാനും റോമിയോയോടുള്ള ഇഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞത് റോമിയോ കേട്ടിട്ടുണ്ടോ എന്നോർത്താണ് ഈ ചമ്മലും നാണക്കേടും ഒക്കെ തോന്നുന്നത്. കേട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അത് വേണ്ടാന്ന് വെക്കായിരുന്നു. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും റോമിയോയ്ക്ക് മനസ്സിലായി ജൂലിയറ്റിന് റോമിയോയോട് ഇഷ്ടമാണെന്ന്. ഇനി റോമിയോ ആണ് ഇതിനൊരു വാല്യൂ കൊടുത്ത് ജൂലിയറ്റിന് ഇപ്പോഴത്തെ ഈ ചമ്മലിൽ നിന്ന് രക്ഷിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ റോമിയോയുടെ പ്രണയവും കൂടി തുറന്ന് സമ്മതിക്കണം. Romeo swears in the name of the moon, who is a witness to their love talk, that his love is sincere. She does not like him to swear his love by the inconstant moon. He may swear by his name or not swear at all. She bids him farewell for the time being, but he would not let her go, leaving him with an unsatisfied heart. What satisfies him is an exchange of her love's faithful vow. But she has already vowed, even before his asking. She would take it away to make a second vow. Her bounty is boundless as the sea. The more she gives her love, the more it swells like the sea. Her love is as infinite as the sea. അവരുടെ ഈ പ്രണയത്തിന് സാക്ഷിയായി നിൽക്കുന്ന ചന്ദ്രനെ തൊട്ട് സത്യം ചെയ്ത് റോമിയോ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രണയം സത്യമാണെന്ന്. പക്ഷേ ജൂലിയറ്റിന് റോമിയോ ചന്ദ്രനെ തൊട്ട് സത്യം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല.
കാരണം ചന്ദ്രൻ എപ്പോഴും കാണാൻ സാധിക്കുന്നതൊന്നല്ലല്ലോ. ഒന്നില്ലെങ്കിൽ റോമിയോൻ്റെ പേരിൽ തന്നെ സത്യം ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സത്യം ചെയ്യരുത്. ഇതാണ് ജൂലിയറ്റ് പറയുന്നത്. ഇപ്പോൾ ജൂലിയറ്റ് അദ്ദേഹത്തോട് യാത്ര പറയുകയാണ്. പക്ഷേ റോമിയോ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വിടാൻ താല്പര്യപ്പെടുന്നില്ല. റോമിയോയ്ക്ക് സമാധാനത്തോടെ പോകണമെങ്കിൽ ജൂലിയറ്റ് തൻ്റെ പ്രണയം സിൻസിയർ ആണെന്ന് സത്യം ചെയ്യണം. പക്ഷേ റോമിയോ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ജൂലിയറ്റ് രണ്ടാമതും സത്യം ചെയ്യാനായിട്ട് തയ്യാറായി. ജൂലിയറ്റിന് പ്രണയമാണെങ്കിൽ കടൽ പോലെ ഇൻഫിനിറ്റ് ആണെന്നാണ് റോമിയോട് പറയുന്നത്. The nurse calls for Juliet. She goes to return again. Romeo feels all this as a dream because it happened in the night. It is a flattering, sweet experience, perhaps not real. പെട്ടെന്ന് തന്നെ ജൂലിയറ്റിനെ നേഴ്സ് വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് ജൂലിയറ്റ് വേഗം അകത്തേക്ക് പോയി. ആ ടൈമിൽ റോമിയോയ്ക്ക് ഇതൊരു ഡ്രീമായിട്ടാണ് തോന്നണത്. വേറൊന്നും കൊണ്ടല്ല, ഇത് രാത്രി ആയതുകൊണ്ടാണ് റോമിയോയ്ക്ക് ഇങ്ങനെ തോന്നിയത്. എന്തായാലും ഇതൊരു നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. Juliet dispels his doubt, returning and binding him to the promise to send her word when he'll be prepared to marry her. If his love is honorable, she would send a messenger to him. ജൂലിയറ്റ് പോയി തിരിച്ചു വന്നപ്പം റോമിയോനോട് പറയുകയാണ്, എപ്പോഴാണോ റോമിയോ ജൂലിയറ്റിനെ മാരി ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആവുന്നത്, റോമിയോയുടെ സ്നേഹം സത്യമാണെങ്കിൽ ജൂലിയറ്റിനെ അത് അറിയിക്കുമെന്ന് പ്രോമിസ് ചെയ്യാനായിട്ട് ജൂലിയറ്റ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ജൂലിയറ്റ് ഒരു മെസ്സഞ്ചറിനെ റോമിയോൻ്റെ അടുത്തേക്ക് വിടാമെന്നും ജൂലിയറ്റ് പറഞ്ഞു. She goes again at the nurse call and returns and wishes that she had a falconer's voice to call him back. But as she is bound by her family, she can only speak like an echo. വീണ്ടും നേഴ്സ് വിളിച്ചത് കേട്ട് ജൂലിയറ്റ് അകത്തേക്ക് പോയി. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് വന്നപ്പം റോമിയോ പോകുന്നത് കണ്ടു. അപ്പം തന്നെ റോമിയോനെ ജൂലിയറ്റ് തിരികെ വിളിച്ചു. തൻ്റെ ഫാമിലിനെ പേടിക്കുന്നത് കൊണ്ടാണ് ഒരു എക്കോ സൗണ്ടിൽ മാത്രമാണ് ജൂലിയറ്റിന് സംസാരിക്കാനായിട്ട് കഴിയുന്നത്. Now she has forgotten why she had called him back. He will wait until she remembers. She will still forget to have him still stand there. He will still stand there to make her still forget. She will let him go as unwillingly as a wanton boy who lets his bird go a little and then holds it back by the other. But so much love will end in killing each other. തിരിച്ചു വിളിച്ചതിന് ശേഷം ജൂലിയറ്റ് എന്തിനാണ് റോമിയോനെ വിളിച്ചതെന്ന് മറന്നു. എപ്പോഴാണോ ജൂലിയറ്റ് അത് ഓർക്കുന്നത് അതുവരെ റോമിയോ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. എത്രത്തോളം നേരം റോമിയോനെ അവിടെ നിർത്തുവാൻ സാധിക്കുന്നുവോ അത്രയും നേരം ജൂലിയറ്റ് ആ കാര്യം മറക്കുവാനും റെഡിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എത്രത്തോളം നേരം വേണമെങ്കിലും റോമിയോ അവിടെ വെയിറ്റ് ചെയ്യും ജൂലിയറ്റ് ആ കാര്യം ഓർക്കാതിരിക്കാനായിട്ട്. മനസ്സില്ലാ മനസ്സോടെ റോമിയോനെ പറഞ്ഞു വിടാനായിട്ട് ജൂലിയറ്റ് ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു കൊച്ചുകുട്ടി തൻ്റെ കയ്യിലുള്ള ഒരു പക്ഷീനെ പറത്തിവിടുകയും അതിനെ പെട്ടെന്ന് തന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഇവിടെ നടക്കുന്നത്. പരസ്പരം റോമിയോയും ജൂലിയറ്റും സ്നേഹിച്ചു കൊല്ലുകയാണ്. ഇതിലൂടെ ഈ ഒരു സീൻ തീരുകയാണ്. ഷേക്സ്പിയറിൻ്റെ നോവൽസിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് എക്സെപ്റ്റ് ആണ് ഈ ഒരു റോമിയോ ആൻഡ് ജൂലിയറ്റ്. എല്ലാവർക്കും ഈ ഒരു നോവൽ ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഹോപ്പ് യു ഓൾ ലവ് അവർ വീഡിയോസ് ആൻഡ് അവർ ചാനൽ ഓൾസോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, സീ യു ഗൈസ്.